ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്നു. എന്നിട്ടും അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. എന്താണത്? വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ട് നാം എന്തിന് വിഗ്രഹങ്ങളെ ആരാധിക്കണം? പഴയ നിയമത്തിൽ ഈ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യന്റെ രൂപത്തിലുള്ളതോ സ്ത്രീയുടെ രൂപത്തിലോ പുരുഷന്റെ രൂപത്തിലോ കാളയുടെയോ സർപ്പത്തിന്റെ ഒന്നിനും രൂപങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊള്ളാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും അതിനെ ആരാധിക്കാനുമുള്ള അനുവാദം നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിൽ നാം ദൈവത്തെ കാണുന്നില്ല. പഴയ നിയമത്തിൽ മോശ, അബ്രഹാം എന്നിവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ഒരു വെളിച്ചം മാത്രം കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നാം ദൈവത്തെ കണ്ട് അനുഭവിച്ച് അങ്ങനെയാണ് പോകുന്നത്. ഈശോ, മാതാവ്, ഔസേപ്പിതാവ് എല്ലാവരെയും നാം കാണുന്നു. അവർ നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായി ജീവിച്ചു പോകുന്നതാണ്. ആ രൂപങ്ങളാണ് നാം ഉണ്ടാക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ലൂക്ക ആണ് ആദ്യമായി മാതാവിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാതാവിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. മാതാവ് തന്നെ പല സ്ഥലങ്ങളിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടത് അവർ അത് അറിഞ്ഞിട്ട് കണ്ട് അറിഞ്ഞ് ആ ചിത്രമാണ് അവർ രൂപമായിട്ട് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ആയാലും മാലാഖമാരുടെയും മാലാഖ മറിയത്തിനും എലിസബത്തിനും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ കണ്ട രൂപമാണ് അവർ പണിത് നമ്മൾ ആരാധിക്കുന്നത്. നാം കാണാതെ അല്ല വിശ്വസിക്കുന്നത്, കണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സഭ നമ്മളോട് വിഗ്രഹം ആ രൂപം മാതാവ്, ഈശോ, ഔസേപ്പിതാവ് എന്നാലും ഇപ്പോഴും ദൈവത്തിന്റെ രൂപം നമുക്കില്ല. കാരണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് നാം ആരാധിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ പ്രതീകാത്മാവായി നാം കാണുന്നത് ഒരു പ്രാവിന്റെ രൂപത്തിലാണ്. അത് ഈശോ മാമോദിസ മുങ്ങുന്ന സമയത്ത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ കാണുന്നത് മറ്റൊരു രൂപത്തിൽ പരിശുദ്ധാത്മാവില്ല. മാലാഖമാരെ മറിയത്തിനും എലിസബത്തിനും എല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നാം ആരാധിക്കുന്ന വിഗ്രഹാരാധനയല്ല. നാം ആ രൂപം നമുക്കറിയാം, ആ ആളെ അവിടെ സങ്കല്പിച്ചിട്ട് ആ രൂപത്തിലകം എടുത്തിട്ട് ആ ആളോട് നേരിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വിഗ്രഹാരാധന നടത്തുന്നില്ല.